ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് വാഴയുടെ കൈ കണ്ടിക്കായിരുന്നു. വാഴ കൈ കരിഞ്ഞു ഉണങ്ങിയിരുന്നു, കൈ കരിച്ചുണ്ടായിരുന്നു ചെറുതായിട്ട്. ഈ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും, വെള്ളം കൂടുതലായതുകൊണ്ടായിരിക്കും. എന്തായാലും അത് അരിഞ്ഞ്, ഈ കൈ അരിഞ്ഞില്ലെങ്കിൽ കണ്ടപ്പുഴ വന്ന് മുട്ടിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പൊളയ്ക്കകത്ത് പൊളിഞ്ഞെടുക്കുന്ന കരിഞ്ഞെടുക്കുന്ന പൊളയ്ക്കകത്ത് വന്ന് കണ്ടപ്പുഴ വണ്ട് മുട്ടയിട്ട് പുഴുവായി വിരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ പിന്നെ കുലയ്ക്കാൻ നേരത്ത് തണ്ട് വരപ്പനായിട്ട് നമുക്ക് വാഴത്തണ്ട് ഒടിഞ്ഞു പോകുന്ന, കൊലയടക്കം ഒടിഞ്ഞു പോകുന്ന നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിന് ഒരു പരിധി എന്തായാലും മരുന്നടിക്കണം. പക്ഷേ ഒരു പരിധി വരെ അതിനെ തടുക്കാൻ നമുക്ക് ഇങ്ങനെ കൈ കണ്ടിച്ചു കൊടുത്താൽ കഴിയും. ഈ ചീഞ്ഞ് കിടക്കുന്ന കൈ, കരിഞ്ഞെടുക്കുന്ന കൈ, ഉണങ്ങി കിടക്കുന്ന കൈ എന്തായാലും മരുന്നടിക്കണം. കരിച്ചിലിൻ്റെ മരുന്നടിക്കണം, അതുപോലെ കണ്ടപ്പുഴുവിന് മരുന്നടിക്കണം, അതുപോലെ ഹോർമോൺ കൊടുക്കണം. അതിനൊക്കെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് കഴിയുന്നില്ല. എന്നാലും ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്തു വെച്ചാൽ കാലാവസ്ഥ നന്നായി കിട്ടിയ ഉടനെ അടിച്ചു വിടാലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും എല്ലാ ആളുകൾക്കും, കൃഷിക്കാർക്കും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളത് മാത്രമല്ല, എന്നാലും അവരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മെച്ചം തന്നെയാണെന്ന് പറയാം. വലിയൊരു കേടും കാര്യങ്ങളും കാണുന്നില്ല. പിന്നെ എന്തായാലും കുറച്ച് വാഴ പോവും. അതെന്തായാലും മൊത്തം നമ്മൾ വെച്ച ഫുള്ളായിട്ട് എന്തായാലും കിട്ടില്ല.